കാസർഗോഡ് നഗരസഭയിൽ വോട്ടർ പട്ടിക ഹിയറിംഗിനിടെ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി മുസ്ലിം ലീഗ് നേതാക്കൾ. മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ചേർത്ത കള്ളവോട്ടുകൾ തള്ളണമെന്നാവശ്യപ്പെട്ട് LDF പരാതി നൽകിയിരുന്നു. ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായും പരാതി. ഞങ്ങളുടെ തണ്ടും കയ്യുള്ളത് തന്നെ നിയമത്തിന്റെ വൈവാണ്. നിയമത്തിന്റെ വൈ ഒട്ടുക്ക കയ്യൂ കണ കയ്യൂക്കൊക്കെ രണ്ടും നികതയാണ്. ഒറ്റനും വരല്ല അതിന്റെ ഉള്ളിലേക്ക്. ഇത് സൂചന മാത്രം. ഇന്ന് നാളെ കൊണ്ട് പറഞ്ഞില്ല, നാളെ മുതൽ കയ്യും കാലും വരും. നഗരസഭയിൽ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട ഹിയറിംഗ് നടക്കുന്നതിനിടെയാണ് ഉദ്യോഗസ്ഥർക്ക് നേരെ മുസ്ലിം ലീഗ് നേതാക്കളുടെ നേതൃത്വത്തിൽ കൊലവിളി നടത്തിയത്. കാസർഗോഡ് നഗരസഭയിൽ പുതിയ വോട്ടർമാരുടെ പേര് ചേർക്കേണ്ട അവസാന ദിവസങ്ങളിൽ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ വ്യാപകമായി കള്ളവോട്ട് ചേർത്തുവെന്നാണ് പരാതി. നിലവിൽ നാട്ടിലില്ലാത്തവരുടെയും മറ്റ് സ്ഥലങ്ങളിൽ താമസിക്കുന്നവരുടേതും ഉൾപ്പെടെ വോട്ടുകൾ ആദ്യഘട്ട പരിശോധനയിൽ തള്ളിയിരുന്നു. നേരത്തെ തള്ളിയ വോട്ടുകളടക്കം വീണ്ടും വ്യാജരേഖകൾ ഉപയോഗിച്ച് തിരികെ കയറ്റിയെന്ന് കാണിച്ച LDF രേഖകൾ സഹിതം പരാതി നൽകുകയായിരുന്നു. പരാജയഭീതിയിലായതോടെയാണ് മുസ്ലിം ലീഗ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്നതെന്ന് CPIM കാസർഗോഡ് ഏരിയ സെക്രട്ടറി TMA കരീം പറഞ്ഞു. കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ കുറേ വർഷങ്ങളായിട്ട് ഇവർ ചെയ്യുന്നൊരു കാര്യമാണ് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത വോട്ടർമാരെ അവസാന നിമിഷം തള്ളി മാറ്റുക. വ്യാജ പരാതി കൊടുത്ത് ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ച് വ്യാജ റിപ്പോർട്ട് ഉണ്ടാക്കി തള്ളിക്കളയുക. ഇപ്രാവശ്യവും ഒരുപാട് ആൾക്കാരെ തള്ളിക്കളഞ്ഞു. മുസ്ലിം ലീഗിൻ്റെ ഭാഗമായി നിൽക്കുന്ന കുറച്ച് ആളുകൾ അവർ വർഷങ്ങൾക്ക് മുമ്പ് വീട് വിട്ടുപോയവരാണ്, നാട് വിട്ടുപോയവരാണ്. അത്തരം ആളുകളെ സംബന്ധിച്ച് ഒരു പരാതി നമ്മൾ കൊടുത്തു. ഉദ്യോഗസ്ഥന്മാർ സത്യസന്ധമായിട്ട് അന്വേഷിച്ചപ്പോൾ അവരാരും തന്നെ ഈ പ്രദേശത്ത് താമസിക്കുന്നില്ലെന്ന് മനസ്സിലായി. വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരെ തിങ്കളാഴ്ച LDF നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. കൈരളി ന്യൂസ്, കാസർഗോഡ്.